ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 7 ഒരു കണ്ടസ്റ്റൻറ്റിനെ പറ്റിയാണ്. വെച്ചാൽ നമ്മളെ ജിസയിലാണ്. ജിസയിലിന് ബിഗ് ബോസിൽ മേക്കപ്പ് ഇല്ലാതെ കഴിയാൻ പറ്റില്ലെന്നാണ് ഏറ്റവും പ്രധാനമായ പ്രശ്നം. ഭക്ഷണമില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ലിപ്സ്റ്റിക്കും ബ്ലഷൊക്കെ വേണം എന്ന് നിർബന്ധമുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് ജിസയിലിന് 2-3 പ്രാവശ്യം ബിഗ് ബോസ് താക്കീത് നൽകിയതാണ്. കാരണം ജിസയിലിൻ്റെ കയ്യിൽ ആ ബിഗ് ബോസ് സീസൺ 7 ഒരു ബാൻഡുണ്ട്. ആ ബാൻഡ് കയ്യിലുള്ളവർക്ക് മാത്രമേ അവർ കൊണ്ടുവന്ന സാധനങ്ങൾ ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ. എന്നാൽ ജിസയിലാണെങ്കിൽ ഇതേപോലെ 2 പ്രാവശ്യം കള്ളത്തരം കണ്ടുപിടിച്ച സമയത്ത്, ബിഗ് ബോസ് താക്കീത് ചെയ്ത സമയത്ത് ഇയാളുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം തിരിച്ചയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ജിസയിൽ അപ്പോഴും 1-2 സാധനങ്ങൾ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം മാത്രമാണ് ബാക്കി തിരിച്ചയച്ചത്. അതും ബിഗ് ബോസ് ജിസയിലിൻ്റെ കള്ളത്തരം കണ്ടുപിടിച്ചതിന് ശേഷം ലാലേട്ടൻ വന്ന് താക്കീത് കൊടുത്തിരുന്നതാണ്. ജിസയിൽ ഇനി അങ്ങനെ അത് ചെയ്യരുതെന്ന് നല്ല രീതിയിൽ താക്കീത് കൊടുത്തതിന് ശേഷവും ജിസയിൽ എന്ത് ചെയ്തു? കള്ളത്തരം ചെയ്യുന്നത് അനുമോള് കണ്ടുപിടിച്ചു. അനുമോള് പറഞ്ഞ കണ്ടസ്റ്റിന് മേക്കപ്പ് ഉപയോഗിക്കാൻ പാടില്ല, കാരണം ആ വ്യക്തിയുടെ കയ്യിൽ ബാൻഡ് ഇല്ല. അപ്പോൾ ബാൻഡ് ഉള്ളവർക്ക് മാത്രമേ മേക്കപ്പ് ധരിക്കാനും അവരോട് കൊണ്ടുവന്ന ഡ്രസ്സ് ധരിക്കാനും നിയമമുള്ളൂ. അനുമോൾ എന്ത് ചെയ്തു? ജിസയിലിൻ്റെ പുറകെ നടന്ന് മേക്കപ്പ് ധരിക്കുന്നത് കണ്ടെത്തിയത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജിസയിൽ മുഖത്ത് ഫൗണ്ടേഷൻ ഇട്ടിട്ട് അത് തുടച്ച് വേസ്റ്റ് ബിന്നിലിട്ടു. അത് അനുമോൾ എടുത്തിട്ട് ഇത് ജിസയിൽ ഉപയോഗിച്ച ടിഷ്യൂ പേപ്പറാണെന്നും പറഞ്ഞ് എല്ലാവരെയും കാണിച്ചു കൊടുത്തു. അപ്പോൾ അവിടെ മേക്കപ്പ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലായി ജിസയിൽ മേക്കപ്പ് ഇട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജിസയിലിനോട് എല്ലാവരും കൂടി ചേർന്ന് ചോദിക്കുകയാണ്, ജിസയിൽ മേക്കപ്പ് ഇട്ടോ എന്ന് ചോദിച്ചു. അപ്പം ജിസയിൽ ഒരു കാരണവശാലും സമ്മതിച്ചിട്ടില്ല. അപ്പം ക്യാപ്റ്റനായ ഷാനവാസ് ചോദിച്ചു, ജിസയിൽ നിങ്ങൾക്കിത് ഈ ബിഗ് ബോസ് ഹൗസിൽ അലൗഡ് ഉള്ളവർക്ക് മാത്രമേ ധരിക്കാവൂ എന്ന് പറഞ്ഞപ്പോൾ ജിസയിൽ നല്ല രീതിയിൽ എതിർത്ത് സംസാരിക്കുകയും അത് ഞാൻ ചെയ്തത് തെറ്റല്ല എന്നൊരു ഭാവം നടിച്ചാണ് ജിസയിൽ നിൽക്കുന്നത്. കണ്ടെത്തിയത് കൊണ്ട് ജിസയിൽ എന്ത് ചെയ്തു? അനുമോൾക്ക് നേരെ തിരിഞ്ഞ് അനുമോളെ കള്ളിയാക്കിയത് എങ്ങനെയെന്ന് വെച്ചാൽ, ഫുഡ് എന്തോ എടുക്കാൻ വന്ന സമയത്ത് അവൾ ചപ്പാത്തി എന്തോ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. അനുമോൾ ആ കാര്യം ചെയ്തിട്ടില്ല എന്ന് തർക്കിച്ചു പറയുന്നു. എന്നിട്ടും ജിസയിൽ ഞാൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളെ കല്ലിയെന്ന് വിളിച്ചപ്പം അനുമോൾക്ക് സങ്കടം സഹിക്കാനാവാതെ ഒരുപാട് ഷൗട്ട് ചെയ്ത് കരഞ്ഞുകൊണ്ട് ബിഗ് ബോസിൻ്റെ ഒരു മൂലയ്ക്ക് പോയിരുന്നു അനുമോൾ കരയാണ്. അനുമോളാണെന്ന് വെച്ചാൽ തൊട്ടാവാടിയാണ്. എന്തൊരു ചെറിയ കാര്യം വന്നാലും പെട്ടെന്ന് കരയും. അത് ഓരോരുത്തരുടെ വ്യക്തിത്വമാണ്. ഇപ്പം ചിലവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അനുമോൾക്ക് പെട്ടെന്ന് പറഞ്ഞു നിൽക്കാനുള്ള ഒരു ഇതില്ല. അതിനു മുമ്പ് അനുമോൾക്ക് സങ്കടം വരും. അപ്പോൾ അനുമോള് പെട്ടെന്ന് സങ്കടം വരുന്ന ഒരു കുട്ടിയായതുകൊണ്ട് അനുമോൾ ഒരു സൈഡിൽ പോയിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന്. അപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാർ മാത്രം അനുമോളെ സപ്പോർട്ട് ചെയ്ത് പോട്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. എന്നാൽ കുറച്ച് ആൾക്കാർ ഇതെന്തോ അനുമോളുടെ നാടകമാണെന്നൊക്കെ പറഞ്ഞ് അവിടെ ഇന്ന് ചർച്ച ചെയ്യാണ്. ഈ കുട്ടി എന്തിനാണ് എപ്പോഴും കരയണത്, അനുമോൾ കട്ടോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാർ ചർച്ച നടക്കണം. ബിഗ് ബോസിൽ 2-3 തരം ഗ്രൂപ്പുണ്ട്. ഒരു ടീമിന് എത്ര ഗ്രൂപ്പിസം, അങ്ങനെ 2-3 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞാണ് ബിഗ് ബോസ് ഈ സീസൺ 7 കളിക്കുന്നത്. ഈ ആഴ്ച ശനിയാഴ്ച ലാലേട്ടൻ വരുമ്പോഴത്തേക്കും ഇതിന് കറക്റ്റ് തീരുമാനം കാണിക്കണം. കാരണം ജിസയിൽ മേക്കപ്പ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നറിയണം, ജനങ്ങൾക്കറിയണം. കാരണം 24/7 എപ്പോഴും കാണാൻ എനിക്ക് കഴിയില്ല. അപ്പോഴത്തേക്ക് എനിക്ക് കാണാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. ജിസയിൽ മേക്കപ്പ് ഉപയോഗിച്ചു, അനുമോൾ ചപ്പാത്തി കട്ടെടുത്തു, ഇത് രണ്ടും അറിയാനായിട്ട് എനിക്കൊരു ആകാംക്ഷയുണ്ട്. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. ശനിയാഴ്ച ലാലേട്ടൻ വരുമ്പോൾ ജിസയിലിന് എന്തായിരിക്കും കൊടുക്കാൻ പോകുന്ന പണി, കാത്തിരുന്ന് കാണാം. ടാറ്റാ, ബൈ ബൈ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക.